ഒരു വലിയ കറക്ഷന് ശേഷം തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 0.42% ഉയർന്ന് 23,311 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതും ഇന്ത്യയുടെ ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷനിൽ വന്ന അയവും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ അമേരിക്കൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുമാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം. ഇന്ന് പല സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു, പ്രത്യേകിച്ചും PSU ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ. ഇന്ന് നിഫ്റ്റി 0.42% ഉയർന്നപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.67%, മിഡ് ക്യാപ് ഇൻഡെക്സ് 1.08% ഉയർന്നു. അതേസമയം അമേരിക്കയുടെ ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന ലെവലിലേക്കെത്തിയതും ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി എക്കണോമിക് പോളിസികളിൽ വരുന്ന മാറ്റം ഒരു ഗ്ലോബൽ ട്രേഡ് വാറിന് കാരണമായേക്കുമെന്നുള്ള ആശങ്കകളും മാർക്കറ്റിനെ വോളറ്റൈലാക്കി നിലനിർത്തുകയും ചെയ്യുന്നു. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ PSU ബാങ്കിംഗ് സെക്ടർ തന്നെയാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. PSU ബാങ്കിംഗ് സെക്ടർ 2.5% ഉയർന്നു. ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളായ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവ 2 മുതൽ 10% ഉയർന്നു. നിഫ്റ്റി മെറ്റൽ, CPSE, നിഫ്റ്റി എനർജി, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഇൻഫ്ര തുടങ്ങിയ ഇൻഡെക്സുകളും 1% മുകളിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ FMCG ഇൻഡെക്സ് 0.56% ഇടിഞ്ഞു. ഇന്നത്തെ ദിവസം IT സെക്ടറിലും സ്ട്രോങ് റാലിയൊന്നും കാണാൻ സാധിച്ചില്ല. IT, ഫാർമ, നിഫ്റ്റി കൺസ്യൂമർ തുടങ്ങിയ ഇൻഡെക്സുകൾ 0.3%-അടുത്തായിട്ടാണ് ഇടിഞ്ഞത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചത് ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളാണ്. എഥനോളിൻ്റെ വില വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായി. ദാംപൂർ ഷുഗർ മിൽസ് 10% ഉയർന്നപ്പോൾ രാജശ്രീ ഷുഗർ ആൻഡ് കെമിക്കൽ, ദാൽമിയ ഭാരത് ഷുഗർ, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, ശ്രീ രേണുക ഷുഗർ തുടങ്ങിയ സ്റ്റോക്കുകൾ 5 മുതൽ 10% ഉയർന്നു. ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ മാത്രമല്ല റെയിൽവേ PSU സെക്ടറിലെ സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ബഡ്ജറ്റിനോടനുബന്ധിച്ചുള്ള ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ പശ്ചാത്തലത്തിലാണ് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായത്. RVNL ഇന്ന് 16%, ഇർക്കോൺ ഇന്ന് 16% ഉയർന്ന് 220 ക്ലോസിംഗ് നൽകി. RVNL, റെയിൽടെൽ, IRFC തുടങ്ങിയ സ്റ്റോക്കുകൾ 10% ഉയരുകയും ചെയ്തു. വരും സമയങ്ങളിൽ 23,400 തന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 23,150, 23,000 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1.5% ഇടിഞ്ഞ് 1920 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 8 ലക്ഷം കോടിക്കടുത്ത് മാർക്കറ്റ് ക്യാപ്പുള്ള ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാനും സാധിച്ചു. കമ്പനിയിൽ നിന്നും 41,206 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 41,764 കോടി രൂപയുടെ റവന്യൂ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 7.5% വർധനവുണ്ടായി. 38,821 കോടിയിൽ നിന്നും 41,764 കോടിയിലേക്കാണ് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 11.4% വർദ്ധിച്ച് 6,106 കോടിയിൽ നിന്നും 6,806 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തിലും വർധനവ് പ്രകടമാണ്. ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ പുറത്തുവിട്ടെങ്കിലും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് ഇടിയാനാണ് സാധ്യത. ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഇൻഫോസിസിൻ്റെ ADRന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ, അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോട് പ്രതികൂലമായാണ് പ്രതികരിച്ചത്. ഇന്ന് അമേരിക്കയിൽ ലിസ്റ്റഡായ അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ഇൻഫോസിസിൻ്റെ ADR വെർഷൻ 6% ക്രാഷ് ആവുകയും ചെയ്തു. ഇവിടെ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൽ വന്ന് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കമ്പനി അതിൻ്റെ റവന്യൂ ഗൈഡൻസ് 4.5 മുതൽ 5% നിജപ്പെടുത്തിയത് Q4 കമ്പനിയുടെ പെർഫോമൻസ് മോശമാകും എന്നതിൻ്റെ സൂചനയായിട്ടാണ് അനലിസ്റ്റുകൾ വ്യാഖ്യാനിക്കുന്നത്. ഇത് കാരണമാണ് ഇൻഫോസിസിൻ്റെ ADR വെർഷനിൽ 6% ഇടിവ് കാണാൻ സാധിച്ചത്.
കമ്പനിയുടെ എബിറ്റ 10% വർദ്ധിച്ച് 21.3% കാൽക്കുലേറ്റ് ചെയ്യുന്നു. കൂടാതെ എബിറ്റ മാർജിനിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇൻഫോസിസിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ 63% വർദ്ധിച്ച് $2.5 ബില്യൺ എത്തുകയും ചെയ്തു. ഇനി ജിയോഗ്രഫി വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്കയിൽ ഇൻഫോസിസ് 4.9% വളർച്ച കൈവരിച്ചു. ടോട്ടൽ റവന്യൂവിൻ്റെ 58% നോർത്ത് അമേരിക്കയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നു. യൂറോപ്യൻ റീജിയനിൽ 12% അടുത്തുള്ള വളർച്ച കൈവരിക്കുകയും ലോകത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഏകദേശം 8% അടുത്തുള്ള വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കമ്പനി അതിൻ്റെ 58% മുകളിലുള്ള റവന്യൂവും ജനറേറ്റ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ നിന്നും 29.8% അടുത്തുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. കൂടാതെ ഇൻഫോസിസിൻ്റെ അട്രിഷൻ റേറ്റും 12.9% നിന്നും 13.7% ഉയരുകയും ചെയ്തു. ഇൻഫോസിസിൻ്റെ ADR 6% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ADR ഇടിയാനുള്ള പ്രധാന കാരണം കമ്പനി നൽകിയിരിക്കുന്ന ഗ്രോത്ത് ഗൈഡൻസ് വരുന്ന ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള സൂചനയായിട്ടാണ് അനലിസ്റ്റുകൾ വ്യാഖ്യാനിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൻ്റെ ADRൽ ഇടിവ് വന്നത്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം 1900 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 1850 എന്ന സോണും സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ടാണ്. ഈ റീജിയനിലേക്ക് സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.